ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധമാതാവിൻ്റെ സദ്ധാരോപണ തിരുനാളിന് ഒരുങ്ങുന്ന ദിവസങ്ങളിൽ പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള ധ്യാന ചിന്തകൾ നാം നടത്തുകയാണ്. ഇന്നലെ ധ്യാനോപാസകയായ പ്രാർത്ഥന നിരതയായ മറിയത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു. അതോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ അതിന്റെ മറുവശമാണ് സേവനചരിതയായ മറിയം. മറിയം ഒരേ സമയം പ്രാർത്ഥനയിൽ അടിയുറച്ച് ജീവിച്ചിരുന്നു, അതോടൊപ്പം തന്നെ സേവന നിർഭരമായ ജീവിതം കൂടെ നയിച്ചിരുന്നുവെന്നാണ്. അതാണ് സുവിശേഷത്തിൽ 22-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഒരു ഫരിസേയൻ വന്ന് ഈശോയോട് ചോദിച്ചു, നിയമത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? അപ്പോൾ ഈശോ പറയുന്ന ഉത്തരം, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം, അതോടൊപ്പം തന്നെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ആ കൽപ്പന, ആ ഉത്തരവാണ് ഈശോയ്ക്ക് ലഭിക്കുന്നത്. നിയമത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ചോദിക്കുമ്പോൾ ആ നിയമം അതാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യമാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടും കൂടി നിന്റെ സഹോദരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. അത് ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യമാണ്. 40-ാം വാക്യത്തിൽ ഈശോ കൂട്ടിച്ചേർക്കുകയാണ്, സമസ്ത നിയമങ്ങളും പ്രവചനങ്ങളും ഈ 2 കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു. 10 കൽപ്പനകൾ ഈശോ വ്യാഖ്യാനിച്ച് അത് 2 കൽപ്പനകളാണ് അതിന്റെ സാരസംഗ്രഹമെന്നാണ്. മറിയത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് ഈ 2 കൽപ്പനകളും പൂർണ്ണമായും അനുവർത്തിച്ച് ചെയ്തു. ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിച്ചു. അതുപോലെ തന്നെ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരെ, തൻ്റെ കൂടെയുള്ളവരെ, തൻ്റെ കുടുംബത്തെ, താൻ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം സ്നേഹം ചൊരിഞ്ഞ ജീവിതമായിരുന്നു മറിയത്തിൻ്റെ. ഇങ്ങനെ ദൈവസ്നേഹം കാരുണ്യമായി പതഞ്ഞൊഴുകുന്നതായി കാണാൻ സാധിക്കും. പരിശുദ്ധ കന്യാമറിയത്തിന് നിറഞ്ഞ സ്നേഹം വലിയ കാരുണ്യമായി ശുശ്രൂഷയായിട്ട് പരന്നൊഴുകുകയാണ്. ആന്തരിക ശുദ്ധിയും ധ്യാനവും നിറഞ്ഞ ശുശ്രൂഷയാണ് മറിയം ചെയ്തതെന്നാണ് വിശുദ്ധ അംബ്രോസ്, അദ്ദേഹം 397-ലാണ് കാലം ചെയ്യുന്നത്, മിലാനിലെ വിശുദ്ധ അംബ്രോസ്. അപ്പൊ ആന്തരിക ശുദ്ധിയും ദൈവിക ധ്യാനവും നിറഞ്ഞ ശുശ്രൂഷയായിരുന്നു മറിയത്തിന്റെ. വെറും ഭാഗ്യമായ ഒരു ശുശ്രൂഷയായിരുന്നില്ല. Wherever there is great purity, there is charity എന്നാണ് വലിയ പണ്ഡിതനായ ദൈവശാസ്ത്രജ്ഞനായ കാൻറ്റർബറിയിലെ വിശുദ്ധ ആൻസൽം പറയുന്നത്. എവിടെയൊക്കെ വലിയ വിശുദ്ധിയുണ്ടോ അവിടെയൊക്കെ മഹത്തായ സേവനചര്യ, മഹത്തായ ഉപവീയം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ദൈവസ്നേഹം നിറഞ്ഞ കാരുണ്യമാണ് മാതാവിനുള്ളത്. അതുകൊണ്ട് 1662 കാലം ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് അദ്ദേഹം പറയുന്നത്, മേരി ഈസ് ദ ക്യൂൻ ഓഫ് ലവ്. സ്നേഹത്തിന്റെ രാജ്ഞിയാണ്, സ്നേഹറാണിയാണ് മറിയം എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? മറിയത്തിന്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് പരിചിതമാണല്ലോ. അതിൽ പറയുന്നുണ്ട് 2:17, വിശ്വാസം അത് പ്രവൃത്തി കൂടെ വേണം. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം മൃതമാണ്, ചത്തതാണെന്നാണ്. അപ്പോൾ പ്രവൃത്തിനിരതമായ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു ജീവിതമായിട്ട് മറിയത്തിലുണ്ടായിരുന്നാണ് സഭാപിതാക്കന്മാരെല്ലാം പറയുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നത്, മറിയത്തിന്റെ സ്വീകാരക്ഷമമായ ഫിയാത്ത് അല്ലെങ്കിൽ റിസപ്റ്റീവ് ഫിയാത്ത്, ഇതാ കർത്താവിന്റെ ദാസന്റെ ഇഷ്ടം പോലെ എങ്കിലും ഭവിക്കട്ടെ എന്നുള്ളത് സ്വീകരിച്ചു. ആ ഒരു മറുപടി മറിയത്തിന്റെ ആക്റ്റീവ് ഫെയ്ത്ത്, സജീവമായ വിശ്വാസത്തിന്റെ നിദർശനമാണെന്നാണ്. അപ്പൊ മറിയത്തിന്റെ ആ ഉത്തരം മറിയത്തിന്റെ സജീവമായ വിശ്വാസം, നിർജീവമായ വിശ്വാസമല്ല മറിയത്തിനുണ്ടായിരുന്നത്, ജീവനുള്ള വിശ്വാസമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ദാസി, കർത്താവിന്റെ ദാസി എന്ന് പറയുമ്പോൾ അത് മറിയം എങ്ങനെയാണത് പാലിച്ചത്? അത് ദൈവത്തിന്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലും അത് പാലിച്ചത് മറിയത്തിന്റെ സംലഭ്യതയിലാണെന്നാണ് വിശുദ്ധ മാർ അപ്രയം പിതാവ്, സുറിയാനി സഭാപിതാവ്. മറിയം എപ്പോഴും സംലഭ്യയായിരുന്നു, അവൈലബിൾ ആയിരുന്നു, സേവനം ചെയ്യാൻ, സഹായം ചെയ്യുവാൻ എപ്പോഴും സന്നദ്ധയായിരുന്നു എന്നാണ് മറിയത്തിന്റെ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ 5:6, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്, പരിച്ഛേദനമോ അപരിച്ഛേദനമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം. നാം എല്ലാവരും വിശ്വാസികളാണ്, പക്ഷെ സ്നേഹത്തിലൂടെയുള്ള വിശ്വാസമാണ്, പ്രവർത്തനനിരതമായ വിശ്വാസമാണ്. അപ്പൊ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. അതിനുള്ള വലിയ മാതൃകയാണ് മറിയം കാണിക്കുന്നത്. അതാണ് സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യത്തിൽ, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി, അലിവ് തോന്നി എന്നുള്ളതാണ്. ജനക്കൂട്ടത്തെ കണ്ടവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ
വിഷമിക്കുന്നത് കണ്ടപ്പോൾ അലിവ് തോന്നി. അപ്പൊ ഇതേ ഒരു അലിവ് കന്യാമറിയത്തിലുണ്ടായിരുന്നു. അലിവും കനിവും ഒഴുകുന്ന ഒരു ഹൃദയമാണ് മാതാവിൻ്റെത്. അതുകൊണ്ട് ആ ഒരു ജീവിതമാണ് മറിയം. മംഗളവാർത്ത കേട്ടയുടനെ, വിശുദ്ധ അംബ്രോസ് പുണ്യാൻ പറയുന്നത്, മംഗളവാർത്ത കേട്ടയുടനെ തന്റെ ഭവനത്തിലെ സുഖസൗകര്യങ്ങളിൽ ഇരുന്ന് ജീവിക്കാതെ തിടുക്കത്തിൽ അതെല്ലാം ഉപേക്ഷിച്ച്, അതെല്ലാം വെടിഞ്ഞ് തിടുക്കത്തിൽ മലമുകളിലേക്ക് ഏലീശോയെ ശുശ്രൂഷിക്കുവാൻ പോയി എന്നാണ് വിശുദ്ധ അംബ്രോസ് പറയുന്നത്. അപ്പൊ മംഗളവാർത്ത ശ്രവിച്ച മറിയം സുവിശേഷം ശ്രവിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ്. സുവിശേഷം ശ്രവിക്കുന്നവർ അവരെ സജീവമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നതാണ്. ഹി ഹു ഈസ് ഓൺ ഫയർ കനോട്ട് സിറ്റ് ഓൺ എ ചെയർ എന്നാണ് പറയുന്നത്. അതായത് ഉള്ളിൽ തീയുള്ളവൻ, ഉള്ളിൽ തീഷ്ണതയുള്ളവൻ ശാന്തമായി വെറുതെ ഇരിക്കാൻ പറ്റുക, ഓടി നടന്ന് നന്മ പ്രവർത്തിക്കും. ആ ഒരു വലിയ മാതൃകയാണ് കന്യാമറിയത്തിൽ നമ്മൾ കാണുന്നത്. ശുശ്രൂഷയുടെ ഒരു ജീവിതമാണ്. മറിയത്തിന്റെ സ്നേഹത്തിന്റെ ശുശ്രൂഷയുടെ തീഷ്ണത, പ്രേക്ഷിത തീഷ്ണത. ലുക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം നമ്മൾ വായിച്ചു കേട്ടതാണ്. മറിയം തിടുക്കത്തിൽ മലമുകളിലേക്ക് പോയി എന്നാണ്. സുറിയാനി ഭാഷയിലുള്ള ബൈബിളിൽ, സുറിയാനി ബൈബിൾ എന്നൊക്കെ ഞാൻ കൂടെ പറയുന്നതിന് കാരണം നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 1960 വർഷമെങ്കിലും, അല്ലെങ്കിൽ 1930 വർഷം, ഇത്രയും വർഷങ്ങൾ ഉപയോഗിച്ചിരുന്ന ഏക ബൈബിൾ സുറിയാനി ബൈബിളായിരുന്നു. പിന്നീടാണ് അതിന്റെ വിവർത്തനം വരുന്നതും പിന്നെ ആധുനിക കാലത്തുള്ള മറ്റു വിവർത്തനങ്ങൾ കയ്യിലിരിക്കുന്ന ബൈബിളൊക്കെ. ഏക ബൈബിൾ സുറിയാനി ബൈബിളായിരുന്നു. നമ്മൾ സുറിയാനിക്കാരാണ്. സുറിയാനി സഭയുടെ പ്രസിദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മറിയം തിടുക്കത്തിൽ പോയെന്നല്ല, ബസീലായിസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറിയം ഉത്സാഹത്തോടെ പോയെന്ന്. അതാണ് മാണിക്കത്തനാരുടെ വിവർത്തനത്തിലും പറയുന്നത്. മറിയം ഉത്സാഹത്തോടു കൂടെ പോയി. മറിയത്തിന്റെ ജീവിതം ഉത്സാഹം നിറഞ്ഞൊരു ജീവിതമാണ്, പ്രസരിപ്പ് നിറഞ്ഞ ജീവിതമാണ്. എപ്പോഴും ഉത്സാഹത്തോടു കൂടിയാണ് ആ മറിയത്തിന്റെ ജീവിതത്തിന്റെ അതെല്ലാം വിശുദ്ധെല്ലാം കാണാൻ സാധിക്കും. ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തില് അന്ന് പടിയറപ്പിതാവ് റോമിൽ വത്തിക്കാനിൽ അവിടെ കാര്യത്തിനായിട്ട് വരികയാണ്. അപ്പോൾ പിതാവും കൂടെ പൗത്രപിതാവുണ്ട് സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ അന്ന് അവിടെ പഠിക്കുന്ന വച്ചന്മാരെ ഞാനാണ് സ്വീകരിക്കാൻ എയർപോർട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കർദിനാളായതുകൊണ്ട് പടിയറപ്പിതാവിനെ റെഡ് കാർപ്പറ്റിലാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ റെഡ് കാർപ്പറ്റ് അവിടെ നിൽക്കുമ്പോൾ ഇതാണ് മദർ തെരേസയും ഏതാനും സിസ്റ്റേഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പൊ മദർ തെരേസയ്ക്ക് നല്ല പ്രായമുണ്ടെന്ന്, 95 നേരത്തെ ഉള്ള കാലഘട്ടമാണ്, ഒരു 95 മുമ്പാണ്. അപ്പൊ മദർ തെരേസ പ്രായമുണ്ട്, ഫേസ് മേക്കർ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കുമ്പം ഈ വലിയ സിസ്റ്റേഴ്സ് എല്ലാം പൊക്കമുള്ള മദർ തെരേസയ്ക്ക് പൊക്കം കുറവാണ്. അപ്പൊ മദർ തെരേസ വളരെ പെട്ടെന്നാണ് നടന്നു വന്ന് ആ മദർ തെരേസയുടെ വാക്കുകളും എല്ലാം വളരെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടെ മദർ തെരേസയുടെ അടുത്ത് ചെന്ന് വർത്തമാനം പറഞ്ഞു. മദർ സ്തുതി ചൊല്ലി കൈ കൊടുത്തു. എന്നോട് ചില കാര്യങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞു, എവിടെ നിന്നാണ് വരുന്നത്. മദർ എപ്പോഴും വളരെ ആക്റ്റീവായിട്ടാണ്. ഞാൻ വിചാരിച്ച പ്രായം ചെന്ന ഒരാളാണല്ലോ, വിഷമമായി ഉപയോഗിക്കാറ്, പേസ് മേക്കറൊക്കെ വെച്ചിട്ടുണ്ട്. മദർ എങ്ങനെയുണ്ട് ആരോഗ്യം എന്ന് ചോദിച്ചു. അതൊന്നും ചോദിക്കാൻ സമയമായിട്ടില്ല. വളരെ പ്രസരിപ്പോടുകൂടിയ തീഷ്ണതയോടുകൂടി ആ മദറിന്റെ കയ്യിൽ പിടിച്ചപ്പോ ആ കൈ ഒരു മൃദുലമായ കൈയല്ല, നല്ല ജോലി ചെയ്യുന്ന തഴമ്പുള്ള കൈ പോലെ ചെറിയ വിരൽ. അപ്പൊ അങ്ങനെ ഞാൻ ഓർക്കണം ആ ഒരു തീഷ്ണതയും ഒരു പ്രസരിപ്പും, പ്രായമായെങ്കിലും ആ വലിയൊരു പ്രസരിപ്പാണ്. അതാണ് നല്ല ഒരു ഞാൻ ഓർക്കണം ഇതുപോലെയാണ്, പ്രസരിപ്പോടു കൂടിയാണ്. അപ്പൊ അങ്ങനെ വിശുദ്ധൻ എപ്പോഴും പ്രസരിപ്പുള്ള സന്തോഷമുള്ള ജീവിതമാണ്. തെരേസയുടെ ആ പ്രസരിപ്പ് എപ്പോഴും ഓർക്കുകയാണ്. ഇതുപോലെയാണ് പരിശുദ്ധ കന്യാമറിയം സ്നേഹത്തോടെ ഉത്സാഹത്തോടു കൂടി ശുശ്രൂഷ ചെയ്യുന്നതാണ്. അപ്പൊ സഭയുടെ ഈ ശുശ്രൂഷയ്ക്ക് പറയുന്ന പേരാണ് ദിയാക്കോണിയ. സഭ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഡീക്കൺ എന്ന് പറയുന്ന സംസാരം. അപ്പൊ ഈ ശുശ്രൂഷ എവിടെ നിന്ന് വരുന്നു? മാർപ്പാപ്പ പറയുന്നത് ഈ സഭയുടെ ശുശ്രൂഷയുടെ എല്ലാം വരുന്നതിന്റെ ശക്തി മുഴുവൻ നിർഗളിക്കുന്നത് യൂക്കറിസ്തിയായിൽ നിന്നാണ്. പരിശുദ്ധ കുർബാനയിൽ നിന്നും കൂദാശകളിൽ നിന്നുമുള്ള ശക്തി സംഭരിച്ച് അങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. ഇതുപോലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആ ദൈവികമായ ദൈവത്തോട് ചേർന്ന ജീവിതത്തിൽ നിന്നാണ് ശുശ്രൂഷ നടത്തുന്നത്. മാത്രമല്ല സഭയുടെ ശുശ്രൂഷ അത് എങ്ങനെയുള്ള ശുശ്രൂഷയാണ്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ശുശ്രൂഷയല്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് തരത്തിലുള്ള നന്മ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. പലരും ഈ പ്രളയം വരുമ്പോൾ സഹായം ചെയ്യുന്നു, അതെല്ലാം റീൽസ് ഇടുന്നു, എല്ലാരെയും കാണിക്കുന്നു. ഒരുതരം പ്രദർശനപരത, സേവനത്തിനും ശുശ്രൂഷയ്ക്കും ഒരു പ്രദർശനപരതയാണ്. എല്ലാവരും കാണാൻ വേണ്ടി ഫോട്ടോ എടുത്ത് പത്രത്തിലിടുന്നു. നല്ല കാര്യമാണ്, നന്മ ചെയ്യുന്ന നാല് പേര് അറിയുന്ന നല്ലതാണ്. പക്ഷേ പലപ്പോഴും ഈ മറ്റുള്ള
മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള നന്മ, അത് യഥാർത്ഥ നന്മയാണോ? അതിൽ നന്മ കിട്ടിക്കൊണ്ട് നല്ല കാര്യമാണ്. പക്ഷേ യഥാർത്ഥ നന്മ മത്തായി സുവിശേഷം 6-ാം അധ്യായം പറയുന്നുണ്ട്, നിന്റെ വലതു കൈ ചെയ്യുന്നതെന്ന് നിന്റെ ഇടത് കൈ അറിയരുത്. അങ്ങനെ ആരും അറിയാതെ ചെയ്യുന്ന നന്മയാണ്. പരിശുദ്ധ കന്യാമറിയം അങ്ങനെയാണ്. ആരെയും കാണിക്കാനോ കേൾപ്പിക്കാനോ വേണ്ടി അല്ല മാതാവ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മാതൃക നമുക്ക് ഇന്നത്തെ കാലത്തെ ഈ ഒരു വലിയ ഒരു പ്രദർശനപരമായ നന്മ, അതിനതീതമായി നമ്മൾ പറയുന്നുള്ള ഒരുവനെ ദാഹിക്കുന്നതിന് ഒരു പാത്രം പച്ചവെള്ളം കൊടുക്കുമ്പോൾ പോലും ദൈവത്തിനിടയ്ക്ക് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു മാതൃകയാണ് മാതാവിന്റെ ജീവിതം. ചടുലമായ ചലനാത്മകമായ ജീവിതമാണ് മാതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ. അത്ഭുതകരമായ ഒരു കാര്യം നമ്മൾ കാണുന്നത് മാതാവിന്റെ യാത്രയാണ്. ഇതുമാത്രം യാത്ര ചെയ്ത് മാതാവ്, അതെങ്ങനെയാണ് യാത്ര ചെയ്തത്? നടന്നാണ് പോകുന്നത്. മാതാവ് മുഴുവനും ഒരു തീർത്ഥാടനമാണ്, സേവന ശുശ്രൂഷയുടെ തീർത്ഥാടനമാണ്. അപ്പോൾ നടന്നാണ് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത്. ബെത്ലഹേമിലേക്ക് പോകുന്ന ഗർഭിണിയായ മാതാവ് തീർച്ചയായും ഗർഭവതിയായ മാതാവിനെ ഒരു കഴുതപ്പുറത്തിരുത്തി കൊണ്ടുപോകുന്നതായിട്ട് പടച്ചിത്രത്തെ കാണാം. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം. ഏതായാലും മാതാവ് എന്തുമാത്രം യാത്ര ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ നസസിൽ നിന്നും ബെത്ലഹേമിലേക്ക് പോകണമെങ്കിൽ 150 കിലോമീറ്റർ, റോഡൊന്നുമില്ല. അത് 4 മുതൽ 7 ദിവസം യാത്ര ചെയ്യണം. പിന്നീട് നസസിൽ നിന്നും മലമുകളിലെ എലീശായുടെ അടുത്തേക്ക് പോകണമെങ്കിൽ 140 കിലോമീറ്റർ ആണ്. 7 ദിവസത്തെ ഇങ്ങനെ യാത്ര ചെയ്യണം. അതാ തന്നെയാണോ? എനിക്ക് തനിച്ചായിരിക്കുകയല്ല, ആരെങ്കിലും കൂടെ കാണും. പക്ഷെ എന്തുമാത്രം നടന്നു പോകുന്നു. അതുപോലെ തന്നെ നസസിൽ നിന്നും ജെറുസലേമിലേക്കും അതേ ദൂരമാണ്, 145 കിലോമീറ്റർ ദൂരമാണ്. അതേപോലെ അവൻ ജെറുസലേം ദേവാലയത്തിൽ പോയെന്ന് പറയുമ്പോൾ മാതാവ് എല്ലാ വർഷവും പോയിരുന്നതാണ്. അപ്പൊ നടന്ന് കാല് തേഞ്ഞ ചെറുപ്പമായിരിക്കാം, എങ്കിലും അങ്ങനെ ഒരു ജീവിതമായിരുന്നു മാതാവിൻ്റെത്. ഏറ്റവും വലിയ യാത്ര ഏതാണ്? ഏറ്റവും വലിയ യാത്ര ചെയ്ത് ഈജിപ്തിലേക്ക് പോയെന്നുള്ളതാണ്. ഈജിപ്തിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഈജിപ്തിൽ ചെല്ലണമെങ്കിൽ 775 കിലോമീറ്റർ ദൂരമാണ്. മിക്കവാറും ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ എഴുതപ്പുറത്തോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ യാത്രയ്ക്കും അതിനുള്ള ചെലവും ഒരു 3 മുതൽ 5 വരെ വർഷങ്ങൾ അവിടെ ചെലവഴിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ അതിനുള്ള ചെലവൊക്കെ ആയിരിക്കാം. ഈ രാജാക്കന്മാർ കൊടുത്ത സ്വർണ്ണമൊക്കെ അതിന് ഉപയോഗിച്ചെന്നൊക്കെയാണ് പല കഥകളിലൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും യാത്ര ചെയ്തു. അപ്പൊ മാതാവ് യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ ഇപ്പൊ ഉദാഹരണത്തിന് കൈറോയ്ക്കടുത്ത് ഉള്ള ഒരു കോപ്റ്റിക് ദേവാലയം, മാതാവ് താമസിച്ച സ്ഥലം, അവിടുത്തെ വെള്ളം കോരി കിണർ കാണാൻ സാധിക്കും. അപ്പൊ അത്രയും യാത്ര ചെയ്തു. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും ആ ദൈവജനം വാഗ്ദാന നാട്ടിലേക്ക് വരാനായിട്ട് എത്ര വർഷം എടുത്തു? 40 വർഷം എടുത്തു. കാരണം ദൈവത്തെ വട്ടം കറക്കി അവരെ ദൈവം അല്പം വട്ടം കറക്കി, ചുറ്റിക്കറക്കി. അപ്പോൾ സാധാരണ 11 ദിവസം കൊണ്ട് വരാവുന്നതാണ്. അപ്പോൾ മാതാവിന്റെ ആ ജീവിതം, ആ പഴയ നിയമ ജനതയുടെ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി ഈശോ കടന്നു പോകുന്നതിന്റെ പ്രതീകം കൂടിയാണത്. അങ്ങനെ മാതാവിന്റെ ജീവിതത്തിലെ യാത്ര, വലിയ ഒറ്റപ്പാട് പിടിച്ച യാത്രകൾ. അപ്പൊ ഈ യാത്രയെല്ലാം അതാ മാതാവിന്റെ ആരോഗ്യത്തിന് രഹസ്യമതായിരിക്കും. യാത്ര നടന്ന്, പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മച്ചിമാര് നടന്ന് പള്ളിയിൽ പോകുമായിരുന്നു. നടന്നു പോകുമ്പോൾ അതിനൊരു ആരോഗ്യമുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഒക്കെ ഫ്രഷ് എയർ കൊണ്ട് നടന്നു പോകുമ്പോൾ. ഏതായാലും പരിശുദ്ധ കന്യാമറിയത്തിന്റെ യാത്ര, ഇതിൽ ഏറ്റവും ഭാരം നിറഞ്ഞ ഒരു യാത്രയുണ്ട്. അത് ഏത് യാത്രയാണ്? അത് കുരിശും വഹിച്ചുകൊണ്ട് പോകുന്ന ഈശോയുടെ പിന്നാലെ കാൽവരിയിലേക്കുള്ള യാത്രയാണ്. ഈശോയുടെ കുരിശിന്റെ ഇരട്ടി ഭാരം മാതാവിന്റെ ഹൃദയത്തിനുണ്ടാകും. ആ ഒരു ഭാരപ്പെട്ട ഹൃദയത്തോടു കൂടിയുള്ള ഉത്സാഹത്തോടെയുള്ള യാത്ര. ഈജിപ്തിലേക്ക് പോകുമ്പോൾ ആകുലതയോടെയുള്ള യാത്ര. പട്ടാളക്കാർ ഏത് സമയത്തും ചാടി വീഴാം. ആകുലതയോടെയുള്ള യാത്ര. കാൽവരിയിലേക്ക് പോകുമ്പോൾ ആ യാത്ര എങ്ങനെയാണ്? ആ യാത്ര വളരെ ഭാരം നിറഞ്ഞ യാത്രയാണ്. അതുപോലെ കാനായിലേക്ക് പോകുന്ന യാത്ര എന്തായിരുന്നു? കാനായിലേക്ക് പോകുമ്പോൾ കല്യാണത്തിന് പോവുക, സന്തോഷം, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് സന്തോഷത്തോടെ പോവുകയാണ്. അപ്പൊ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതം എപ്പോഴും ആക്റ്റീവായിട്ടുള്ള സജീവമായ ജീവിതമാണ്. നമ്മുടെ സന്യാസ ജീവിത ക്രമങ്ങളുടെ അടിസ്ഥാനം ബെനഡിക്റ്റിന്റെ ആ നിയമത്തിൽ പറയുന്ന 2 കാര്യങ്ങളാണ് വേണ്ടത്. എന്താണ്? 1 ഓര, 2 ലബോറ. ഓര എന്ന് പറഞ്ഞാൽ ലബോറ എന്ന് പറഞ്ഞാൽ ലേബർ, ജോലി ചെയ്യുക. അപ്പൊ ഓര എത്ത് ലബോറ, അതാണ് ബെനഡിക്റ്റൈൻ സന്യാസ നിയമങ്ങളുടെ അടിസ്ഥാനം. അതിൽ നിന്നാണ് ബാക്കി എല്ലാ സന്യാസ നിയമങ്ങളും ഉണ്ടായത്. 1 പ്രാർത്ഥനയിൽ നിന്നാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഓര എത്ത് ലബോറ. യൂറോപ്പിലെ ജനത ഒരുതരം ബാർബേറിയൻ, സംസ്കൃതചിത്രമല്ലാത്ത ജനമായിരുന്നാണ് പറയുന്നത്. അവരെ ഇതുപോലെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചു, പഠിപ്പിച്ചു, അധ്വാനം ചെയ്ത് ജോലി ചെയ്യാൻ പഠിപ്പിച്ച ഡിസിപ്ലിൻ ഉണ്ടാക്കി. അതുണ്ടാക്കിയത് ഈ സന്യാസ ആശ്രമങ്ങളാണ്. കുഴപ്പം നടന്നവര് റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ കാരണം എന്തായിരുന്നു അറിയാമോ? തീറ്റയും കുടിയുമായിരുന്നു.
അങ്ങനെ ആ സാമ്രാജ്യം തന്നെ നശിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ ചിന്തയിൽ നിന്നും വന്ന, ബൈബിളിൽ ചിന്തയിൽ നിന്ന് വന്നൊരു കാര്യമാണ് നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കുക. പരസ്യം പറയുന്നുണ്ട് നീ അധ്വാനിച്ച് ജീവിക്കുക, കള്ളന്മാരെനിക്ക് കളവ് ചെയ്യരുത്, നീ അധ്വാനിച്ച് ജീവിക്കണം. അപ്പൊ അധ്വാനിക്കുക, മണ്ണിൽ പണിയെടുക്കുന്നത് നികൃഷ്ടമായ കാര്യമായിട്ടാണ് ഗ്രീക്കുകാർ കരുതിയിരുന്നത്. ഇന്ത്യക്കാരും അങ്ങനെ തന്നെയാണ്, ശൂദ്രന്മാരാണ് മണ്ണിൽ പണിയെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യനെ പലതായിട്ട് തട്ടുകളായിട്ട് തിരിച്ച് അങ്ങനെയുള്ളവരൊക്കെയാ ജോലി, താഴ്ന്ന ജോലി എന്ന രീതിയിൽ ചെയ്യുന്നു. ഒരു താഴ്ന്ന ജോലിയും ഇല്ല, എല്ലാ ജോലിയും തുല്യമാണ്, എല്ലാ ജോലിയും നല്ലതാണ്. മോശമായ ഒരു ജോലി മാത്രമേ ഉള്ളൂ മോശം, ബാക്കി എല്ലാ ജോലിയും നല്ലതാണ്. അപ്പൊ അങ്ങനെയാണ് ക്രൈസ്തവ സമൂഹം പഠിപ്പിച്ചത്. അത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിച്ചതാണ്. പഴയ നിയമത്തിൽ നിന്നും ഈശോയിലും മാതാവിലും ഒക്കെ നിറഞ്ഞ ഈശോ ഏതാണ്, ഇവൻ തച്ചന്റെ മകനായത് അച്ഛനല്ലേ എന്നാണ്. അപ്പം പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതം എപ്പോഴും ജോലി ചെയ്ത് ജീവിച്ച്, ആ ജോലി ചെയ്യുന്നത് എപ്പോഴും പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സംഭരിച്ചാണ് ജോലി ചെയ്യുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഈശോയെ കുറിച്ചുള്ള ഒരു പ്രതിപാദനമുണ്ട്. അത് ഇതാണ്, അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. നമ്മുടെ സുവിശേഷത്തിലാണ് ഈശോയെ കുറിച്ച് പറയാറുള്ളത്. പക്ഷെ മാതാവിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും, നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. നന്മ നിറഞ്ഞ മറിയുമേ എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥം കൂടെ മനസ്സിൽ നമുക്ക് ചിന്തിക്കും. നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ളതാണ് ശരിക്കുള്ള അർത്ഥമെങ്കിലും നന്മ നിറഞ്ഞ മറിയം, നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. മാതാവിന്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലേക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ബേത്ലഹേമിൽ ആ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ സാഹചര്യത്തിലൂടെ ചെല്ലുന്നു. മത്തായി സുവിശേഷം 2:7-11 പറയുന്നുണ്ട്, അവൾ കുഞ്ഞിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടത്തിയെന്നാണ്. ഈ പിള്ളക്കച്ച എന്ന് പറഞ്ഞാൽ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറയാം. സുറിയാനിയിൽ അസ്രോറ എന്നാണ് പിള്ളക്കച്ച എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അസ്രോറ എന്ന് പറഞ്ഞാൽ വെറും പഴന്തുണിയല്ല, പഴന്തുണി പൊതിഞ്ഞെന്നൊക്കെയാണ് സാധാരണ വായിക്കുന്നത്. പക്ഷെ അതല്ല. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിനിടാനുള്ള ഉടുപ്പ് അത് നെയ്തെടുക്കുന്നത് അമ്മമാരാണ്. അത് നെയ്യാനുള്ള കഴിവ് അവർക്ക് പരമ്പരാഗതമായിട്ടുണ്ട്. മാതാവ് നെയ്ത അത് മനോഹരമായ അലങ്കാരങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള മനോഹരമായി നെയ്തെടുത്ത ആ ഒരു ഉടുപ്പാണ്, കുഞ്ഞുടുപ്പാണ് വാസ്തവത്തില് അസ്രോറെ. ഉണ്ണീശോയുടെ രൂപങ്ങളിലും ചിത്രങ്ങളിലും ഉടുപ്പുകൾ കാണുന്നത് അതുകൊണ്ടാണ്. വളർന്നു കഴിഞ്ഞപ്പോഴും ഉടുപ്പുണ്ട്. അപ്പൊ മാതാവ് നെയ്ത് കൊടുത്ത ഒരു തൈലില്ലാതെ നെയ്ത് കൊടുത്ത ഒരു കുപ്പായമാണ് ഈശോ ധരിച്ചിരുന്നാണ് പറയുന്നത്. അത് വിലയേറിയതായിരുന്നുകൊണ്ട് പറഞ്ഞു നമുക്ക് ഇത് ഭാവിക്കണ്ട, നമുക്ക് ചിട്ടയിടാം. അപ്പൊ ഈശോ വളരുന്നതനുസരിച്ച് കുപ്പായം വളർന്ന ഒരു കഥ. ഏതായാലും പരിശുദ്ധ മാതാവ് അമ്മമാര് മക്കൾക്ക് തുന്നി കൊടുക്കുകയില്ല, അതുപോലെ പരിശുദ്ധ മാതാവ് അതിന്റെ കരവരുതാണ്. മാതാവിന് ഈ മനുഷ്യാവതാര ദൂത് മംഗളവാർത്ത ലഭിക്കുമ്പോൾ മാതാവ് എന്ത് ചെയ്യുകയായിരുന്നു, ദേവാലയത്തിന്റെ തിരശ്ശീലയുടെ തുണി അത് നെയ്യുകയായിരുന്നു. നമുക്കറിയാം, ബൈബിളിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ മാലാഹ പ്രത്യക്ഷപ്പെടുന്നത് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ആട് തെറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അതുപോലെ പലരെയും കാണാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്കാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്, വെറുതെ ഇരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല. ആകെ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ യോസേപ്പിതാവിന് മാത്രം. പക്ഷെ ജോലി കഴിഞ്ഞുള്ള വിശ്രമ സമയത്ത് ഏതായാലും ആ മാതാവ് വസ്ത്രം നെയ്തെടുത്തു എന്നുള്ള വലിയൊരു പാരമ്പര്യം, മാതാവ് കരവിരുതുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ജോലിയും എന്ത് ജോലിയും ചെയ്യാൻ സന്നദ്ധയായിരുന്നു എന്നതാണ് അവിടെ കാണുന്നത്. രണ്ടാമത് നമ്മൾ മാതാവിനെ കാണുന്ന ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അവിടെ രണ്ടാമത് നമ്മള് കാണുന്നത് പരിശുദ്ധ മാതാവ് ഈ ഐൻകരീം എന്ന സ്ഥലത്തേക്ക്, അതായത് ഏലീശോയെ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോൾ ഏലീശോയെ ശുശ്രൂഷിക്കാൻ പോയി. 6 മാസമായി, ഒരുപാട് പ്രായം ചെന്നയാളാണ് ഇളയമ്മ. അതുകൊണ്ട് മാതാവ് പോകുമ്പോൾ ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല, അല്ല മാലാഹ പറയാ നീ പോയ ഇവിടെ എലീശോയെ നോക്കിയേക്കണമെന്ന് പറയുന്നില്ല. ആരും പറയാതെയാണ് മാതാവ് പോകുന്നത്. തന്നെ എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ തന്റെ ഇളയമ്മയ്ക്ക് തന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേറൊരു വഴി വെട്ടി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാനും ഗർഭിണി എനിക്കും വരാൻ പറ്റിയല്ല എന്ന് പറയുന്നില്ല. അപ്പൊ മാതാവ് ഒരു സമയം കണ്ടു. അത് ഇത്രയും ദൂരെ യാത്ര ചെയ്തു. ഇന്നും ഐൻകരീമിന് പോകണമെങ്കിൽ ഇതുപോലെ ബസ്സിൽ ഇറങ്ങിയിട്ട് പിന്നെ വലിയൊരു മല നടന്നു കയറിപ്പോ ആളുകൾ തന്നെ നടന്നു ഒരു 1/2 കിലോമീറ്റർ നടക്കണം, കയറ്റം കയറണം. അപ്പൊ അത്രയും നടന്ന് അവിടെ ചെന്നു. മാതാവ് അവിടെ എന്ത് ചെയ്യായിരുന്നു? അവിടെ മാതാവ് ചെയ്തത് എന്താണ്? 3 മാസം അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 3 മാസം അവിടെ ആ എലീശോയുടെ വീട്ടിലെ കിണർ ഇപ്പോഴും ഉണ്ട്. കിണറ്റിൽ നിന്ന് വെള്ളം കോരി, വസ്ത്രങ്ങൾ കഴുകി, വീട്ടിലെ പാചകം ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ അർത്ഥം. അതുപോലെ ഈജിപ്തിൽ മാതാവ് വിളിച്ചിരുന്ന പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് അവിടെ ഒരു കിണറുണ്ട്. അതുപോലെ ബെത്ലഹേമിനടുത്തൊരു പള്ളിയുണ്ട്. അവിടെ കുഞ്ഞുമായിട്ട് പോകുന്ന വഴിക്ക് അവിടെ കുഞ്ഞിനെ മുല കൊടുക്കുമ്പോൾ ഏതാനും തുള്ളി മുലപ്പാൽ അവിടെ താഴെ. അപ്പൊ ആ കല്ലിൽ അവിടെ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ ആ കല്ലിൽ നിന്ന് ചുരുണ്ടിയ പൊടി ആളുകൾ കൊണ്ടുപോയി അത് നേർച്ച പോലെ സ്വീകരിച്ച്, അതൊരു ആശ്രമത്തിൽ നിന്ന് സ്വീകരിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ ലഭിക്കുന്നു, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്.
അപ്പൊ അങ്ങനെ ഏതായാലും മാതാവ് യാത്ര ചെയ്തിരുന്നു, ശുശ്രൂഷ ചെയ്തിരുന്നു എന്നുള്ളതാണ് മാതാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീട് നമുക്കറിയാം കാനായിൽ വിവാഹത്തിന് വിളിച്ചു, മാതാവിനെയും വിളിച്ചിരുന്നു. അപ്പൊ വിളിച്ചിരുന്നപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അമ്മയും ഈശോയും ക്ഷണിച്ചിരുന്നു. എലീശയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു 3 മാസം എന്ന് പറഞ്ഞാൽ ഈശോ ആ കുഞ്ഞ് പ്രസവിക്കുന്ന വരെ എന്നുള്ളതാണ്. 6 മാസം പോകുന്നു. അപ്പോൾ ആ പ്രസവ ശുശ്രൂഷകളെ ചെയ്തു. ഏതായാലും കാനായിൽ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെയും മറിയത്തിന്റെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സുഗന്ധം നിറഞ്ഞ വീഞ്ഞാണ് അവിടെ ഉണ്ടായെന്നാണ് മലയാളത്തിലെ ഒരു വലിയ എഴുത്തുകാരനായ വിമർശകനായ KP അപ്പൻ, അദ്ദേഹത്തിന്റെ കൃതിയാണ് മധുരം നിന്റെ ജീവിതം. മാതാവിനെ കുറിച്ച് മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗ്രന്ഥം അതാണ്. നിങ്ങൾക്ക് മേടിച്ച് വായിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് പറയുന്നതാണ്. അപ്പൊ കാനായിൽ വീഞ്ഞ് തീർന്നുപോയി എന്നൊരു വിവരം അറിയുമ്പോൾ സാധാരണഗതിക്ക് എന്താണ് ആളുകളുടെ പ്രതികരണം? ഇവര് നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി ഈ ആവശ്യം കൊടുക്കാനൊന്നുമില്ല, എല്ലാവരെയും അത് വിമർശിക്കും, കുറ്റപ്പെടുത്തും, കുറ്റങ്ങൾ കാണും. കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ട് തികഞ്ഞില്ല, അല്ലെങ്കിൽ രുചിയില്ല, കുറ്റങ്ങളാണ് പറയുന്നത് എല്ലാവരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചിലരെങ്കിലും അങ്ങനെ കുറ്റങ്ങൾ പറയുന്നത്. മാതാവ് എന്ത് ചെയ്യുന്നു? മാതാവ് അത് മണത്തറിഞ്ഞ് വളരെ രഹസ്യമായിട്ടാണ്, ആരും അറിയാതെ ഈശോ എടുത്തു എന്ന് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല. ഉടനെ ഈശോ ചോദിക്കുന്ന ചോദ്യം ഭയങ്കര ഡയലോഗാണ്. സ്ത്രീയെ എനിക്കും നിനക്ക് അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ മാതാവ് പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. മാതാവ് അറിയാം ഈശോയ്ക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് 6 കൽപ്പനകളുള്ള അത് മുഴുവനും വീഞ്ഞാക്കി മാറ്റി. അങ്ങനെ അവരുടെ കുറവ് അവര് മാറ്റിയെടുത്തത് മാതാവിന്റെ സാന്നിധ്യമാണ്. അവിടെയും ആരും ചോദിച്ചില്ല മാതാവിനോട് എന്തെങ്കിലും ചെയ്യണമെന്ന്. ചോദിക്കാതെ തന്നെ മക്കളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു അമ്മ മനസ്സ് മാതാവിനുണ്ട്. നമ്മളുടെ ആവശ്യങ്ങൾ, ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. മാതാവിന്റെ അടുത്ത് പോയി നിന്നാൽ മതി. മാതാവ് തിരിച്ചറിഞ്ഞ് അത് നമുക്ക് നൽകും. അതാണ് മാതാവിന്റെ മനസ്സ്. മാതാവ് എന്ന് പറഞ്ഞ എല്ലാവരുടെയും അമ്മയാണ്. ക്രിസ്ത്യാനികളുടെ മാത്രം അമ്മയാണ്. ക്രിസ്ത്യാനികളുടെ സഹായം എന്നൊക്കെ എന്തെങ്കിലും ക്രിസ്ത്യാനികളുടെ മാത്രം, എല്ലാവരുടെയും നമുക്കറിയാമല്ലോ. പല മതങ്ങളും, ഇസ്ലാം മതം ഉൾപ്പെടെ മാതാവിനെ ബഹുമാനിക്കുന്നു. അപ്പൊ മാതാവിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഗാനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനികളല്ല, മലയാളത്തിലാണെങ്കിലും നിത്യവിശുദ്ധയും കന്യാമറിയം വയലാറാണ് എഴുതിയിരിക്കുന്നത്. കന്യാമറിയമേ തായ അഭയദേവാണ് എഴുതിയിരിക്കുന്നത്. നന്മ നേരും അമ്മ ആരാ എഴുതിയിരിക്കുന്നത്? P. ഭാസ്കരനാണ്. അപ്പൊ അങ്ങനെ അവരൊക്കെ എല്ലാവരും മാതാവിനെ സ്നേഹിക്കുന്നു, മാതാവിനെ കുറിച്ച് അവതാരങ്ങൾ വർണ്ണിക്കുന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാവരുടെയും അമ്മയായതുകൊണ്ട് മാതാവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പാറപ്പള്ളിലൊക്കെ നേർച്ചയിടാനും പ്രാർത്ഥിക്കാനും വരുന്നത് എല്ലാവരും പല മതസ്ഥരും വരികയാണ്. ഞങ്ങളുടെ അമ്മയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം എല്ലാവരുടെയും അമ്മ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു അമ്മയുടെ മനസ്സോടുകൂടി മാതാവ് ആ ശുശ്രൂഷ നൽകുന്നു. അതുപോലെ തന്നെ ഈശോയുടെ പരസ്യ ശുശ്രൂഷ സമയത്ത് അവിടെ പോയി മാതാവും സഹോദരങ്ങളും കൂടെ ഈശോയെ കാണാൻ നിൽക്കുന്നു. 3 അർത്ഥ സഹോദരങ്ങളാണ്. ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? അപ്പൊ ഈശോ പറയുന്നതിന്റെ മറുപടി ഇതാണ്. ലൂക്ക 8:21. മത്തായിലും മാർക്കോസിനും പറയുന്നതിന് വ്യത്യസ്തമാണ്. ദൈവവചനം ശ്രവിക്കുകയും അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാതാവിനെ കുറിച്ച് തന്നെ ഈശോ പറഞ്ഞേക്കാം. ദൈവവചനം അനുസരിച്ച് ശ്രവിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തവരാരോ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമതായിട്ടുള്ള ആൾ ഈശോയുടെ അമ്മ തന്നെയാണ്. അപ്പൊ ഈശോയുടെ അമ്മയോടുള്ള ഒരു ബഹുമാനമായിട്ട് നമുക്ക് കാണാം. മാതാവിന്റെ ഇഷ്ടം നിറവേറ്റി. മാതാവിന്റെ എപ്പോഴും ഈശോയുടെ കൂടെ നിഴല് പോലെയുണ്ട്. പെസഹ തിരുനാളിൽ വിശ്വകുർബാന സ്ഥാപിക്കുമ്പോൾ മാതാവ് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? തീർച്ചയായും അവിടെ ഉണ്ടായിരുന്നതാണ് സന്ദർഭം വ്യക്തമാക്കുന്നത്. ഒരു പെസഹയുടെ അവസരത്തിൽ ആ വൈകിട്ടത്തെ വിളക്ക് കത്തിക്കേണ്ട വീട്ടിലെ അമ്മയാണ്. തീർച്ചയായും മാതാവായിരിക്കും. ഈ അപ്പം ഉണ്ടാക്കിയത് ആരായിരിക്കും? തീർച്ചയായും അങ്ങനെയാണ് പല പണ്ഡിതന്മാരും പറയും. മാതാവിന്റെ സാന്നിധ്യം അപ്പർ റൂം, മാളികമുറിയിൽ കുർബാന നടക്കുന്നു. അതുപോലെ തന്നെ ഈ മാളിക മുറിയിൽ വെച്ച് തന്നെയാണല്ലോ പെന്തക്കോസ്ത് നടക്കുന്നത്. അവിടെ മാതാവുണ്ട്. അപ്പൊ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സാന്നിധ്യം തുടരുകയാണ്. ഈശോയുടെ മാതാവിന്റെ സാന്നിധ്യം തുടരുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് കാൽവരിയിലേക്കുള്ള സഹനത്തിന്റെ കുരിശ് വഹിച്ചുള്ള യാത്ര. സാധാരണ ഗതിക്ക് ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. അങ്ങോട്ടൊരു സ്ത്രീകളാരും കടന്നു വരാറില്ല. പക്ഷെ മാതാവ് ചെന്നു. തന്റെ മകൻ കുറ്റവാളിയായി മുദ്രകുത്തപ്പെട്ട് കുരിശിൽ കിടക്കുമ്പോൾ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു അമ്മ, മക്കളെ അന്വേഷിച്ച് ചെല്ലുന്ന അമ്മ. ഞാൻ ജയിൽ മിനിസ്ട്രി ചെയ്തിട്ടുണ്ട്. ജയിൽ മിനിസ്ട്രി കേരളത്തിലെ എല്ലാ ജയിലുകളിലും പോയിട്ടുണ്ട്. ആ പോയ മിനിസ്ട്രിയുടെ സമയത്ത് ആ ജയിലിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ നിങ്ങളെ കാണാൻ ആരെങ്കിലും വരാറുണ്ടോ? പലരും പറയാറുണ്ട് പെറ്റമ്മ പോലും വന്നിട്ട് പിരിഞ്ഞു നോക്കുക. നിങ്ങളൊരു കുറ്റം ചെയ്തോ കുറ്റം ചെയ്യാതെയോ നിങ്ങൾ കുറ്റം മുദ്ര കുത്തപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾ ഉപേക്ഷിക്കും, കുടുംബക്കാർ ഉപേക്ഷിക്കും, ആരും ഉപേക്ഷിക്കും.
എല്ലാവരും ഉപേക്ഷിക്കും. പക്ഷെ പരിശുദ്ധ മാതാവുണ്ടോ, കുറ്റവാളിയായിരുന്നു കണക്കാക്കുന്ന ആ അവസരത്തിൽ പോലും ഈശോയുടെ സന്നിധിയിൽ നിൽക്കുകയാണ്. മാതാവിന്റെ വലിയ സാന്നിധ്യമാണ്. ഈശോ കുരിശ് കിടന്നുകൊണ്ട് അവസാനം പറഞ്ഞ വാക്കെന്താണ്? പിതാവിന്റെ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുള്ള വാക്ക്, അത് മാതാവ് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ച വാക്കാണെന്നാണ് പറയുന്നത്. അമ്മമാര് കുഞ്ഞുങ്ങളെ ഉറക്കാൻ നേരം അതൊരു പാട്ടാണ്, കീർത്തനം. അപ്പൊ അമ്മമാര് ഉറങ്ങാൻ നേരത്തെ കുഞ്ഞുങ്ങൾ പാടാനായിട്ട് പഠിപ്പിച്ചിരുന്ന പാട്ട്, അതിന്റെ ഒരു ഭാഗം പാടിയാണ് ഈശോ മരിക്കുന്നത്. കാരണം ജീവൻ വെടിയുന്നത് കാരണം മാതാവിടെ നിൽപ്പുണ്ട്. അത് മാതാവിന്റെ സാന്നിധ്യം കുരിശിൻ ചൂട്ടിലും മാതാവിന്റെ സാന്നിധ്യം പെന്തക്കോസ്ത് പെരുന്നാളിലും മാതാവിന്റെ. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം എപ്പോഴും ആ ഈശോയോടൊപ്പമുള്ള യാത്ര, സഭയോടൊപ്പമുള്ള യാത്ര, അവൻ എല്ലാം നന്നായി ചെയ്തു എന്നാണ് ഈശോയെ കുറിച്ച് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7:37. മാതാവ് അതുപോലെ തന്നെയാണ്. മാതാവിന്റെ യാത്രകളെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ. ഏറ്റവും ദൂരത്തോടു കൂടി പോയ യാത്ര ഏതാണ്? അതേത് യാത്രയാണ്? ഈജിപ്തിലേക്കുള്ള യാത്രയല്ല, അതിനേക്കാൾ ദൂരം മാതാവ് പോയി. അതെവിടെയാണ്? അത് ആ ദൂരം സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. മാതാവിന്റെ സ്വർഗാരോപിത മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. സ്വർഗം ദൂരെയാണോ എന്ന് ചോദിച്ചാൽ സങ്കല്പിക്കുമ്പോൾ നമ്മൾ ദൂരെയാണ്, പക്ഷെ അടുത്തുമാണ്. അപ്പൊ മാതാവിന്റെ ഈ യാത്ര, ഈ ഭൂമിയിലൂടെ നന്മ ചെയ്ത് കടന്നുപോയ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം ആത്മശരീരങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് ഉയർത്തി അവിടെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവിടെ നിന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ പ്രിയമുള്ളവരെ, ഈ മാതാവിന്റെ നന്മകൾ, സ്നേഹത്തിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിന് പ്രായോഗികമാക്കുവാനും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും വിഷമങ്ങളിലും മാതാവിന്റെ വലിയ ആ സാമീപ്യം അനുഭവിക്കുവാനും അമ്മയെ ആശ്രമേന്ന് പ്രാർത്ഥിക്കുമല്ലോ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും വിശ്വാസത്തിനും പ്രവർത്തിയിലൂടെയുള്ള വിശ്വാസം വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി മാതാവിനോട് മധ്യസ്ഥത യാചിച്ചുകൊണ്ട് നമ്മൾ